ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ രാജീവിനോട് തന്റെ ഈ അഭിനയം ഇനി തുടർന്നുകൊണ്ട് പോകാനാവില്ല എന്ന് ഉറച്ച തീരുമാനം അറിയിക്കുകയാണ് അർച്ചന. തന്റെ അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് അറിഞ്ഞിട്ട് ഇനിയും തനിക്ക് അമ്മയെയും എന്റെ കുടുംബത്തെയും ഇങ്ങനെ വേദനിപ്പിച്ച് മുന്നോട്ട് പോകാനാവില്ല എന്ന് അർച്ചന പറഞ്ഞു. ഇപ്പോൾ തന്നെ ഗോകുൽ അനുഭവിക്കുന്ന ഈ ഒരു അവസ്ഥ, അത് മാത്രമല്ല സച്ചിയേട്ടൻ ഇപ്പോൾ ഗോകുലിനെതിരെ കേസ് പോലും കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് സച്ചിയേട്ടൻ അരികിലേക്ക് മടങ്ങി പോകണം, പക്ഷെ അതിനു മുൻപ് എന്റെ മോളെ എനിക്ക് കണ്ടെത്തണം. സച്ചിയേട്ടൻ ഇപ്പോൾ വിശ്വസിച്ചിരിക്കുന്നത് ഗൗരിമോള് ഞങ്ങളുടെ മകളാണെന്നുള്ള ഞങ്ങളുടെ മകളാണ് എന്ന ധാരണയിലാണ്. അങ്ങനെയാണ് ആ പാവം ഇപ്പോൾ ജീവിക്കുന്നത്. അത് സത്യമല്ലെന്നും ഗൗരിമോളല്ല ഞങ്ങളുടെ മകളെന്നും ഞങ്ങളുടെ മകളുടെ 10 വർഷങ്ങൾക്ക് മുൻപ് കാണാതായിരുന്നു എന്നുള്ള വിവരം ഞാൻ എങ്ങനെ സച്ചിയേട്ടനോട് അറിയിക്കും? എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അർച്ചന സങ്കടപ്പെടുമ്പോ അർച്ചനയുടെ അരികിലേക്ക് എത്തി രാജീവ് പറഞ്ഞു, അർച്ചന, എനിക്കൊരു അല്പസമയം കൂടി താ, ഞാൻ അർച്ചനയുടെ കുഞ്ഞിനെ കണ്ടെത്തി തരാം, കുറച്ച് സമയം കൂടി എനിക്കൊന്ന് നൽകിക്കൂടെ എന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു, ഇല്ല രാജീവ്, ഇനി ഒന്നിനും എനിക്ക് കാത്തിരിക്കാൻ വയ്യ. എത്രയും വേഗം എനിക്ക് അഭിനയം അവസാനിപ്പിച്ച് എനിക്ക് മടങ്ങിപ്പോയേ പറ്റൂ. എനിക്ക് എന്റെ കുഞ്ഞിനെ കണ്ടെത്തണം എന്ന് അർച്ചന ഉറപ്പിച്ച് പറയുമ്പോ രാജീവ് പറഞ്ഞു, അർച്ചന, ഒരു കാര്യം കൂടി. അർച്ചന ഇങ്ങനെ എടുത്തു ചാടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത്രയും നാളും ഗോകുലിനെ അർച്ചന വഞ്ചിക്കുകയായിരുന്നു എന്നും സ്വബോധം തിരിച്ചു കിട്ടിയിട്ട് പോലും ഗോകുലിന്റെ മുന്നിൽ ഇങ്ങനെ ഒരു നാടകം നടത്തിയതില് ഗോകുലിന് അർച്ചനയോട് ക്ഷമിക്കാൻ കഴിയുമോ എന്ന് രാജീവ് ചോദിക്കണോ? ആ ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്നറിയാതെ അർച്ചന അങ്ങനെ വ്യാകുലപ്പെട്ട് നിൽക്കുമ്പോൾ രാജീവ് പറഞ്ഞു, ഇനി കുറച്ച് സമയം കൂടി, കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രം എനിക്ക് തന്നാൽ മതി. അതിനോടകം അർച്ചനയുടെ കുഞ്ഞിനെ ഞാൻ കണ്ടെത്തി തരാം എന്ന് രാജീവ് അർച്ചനയ്ക്ക് ഉറപ്പ് നൽകി. അപ്പോഴാണ് അർച്ചന പറഞ്ഞത്, രാജീവ്, ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ സച്ചിയേട്ടൻ ഇനി ഈ ക്ഷമ കാണിച്ചെന്ന് വരില്ല. ഇപ്പോൾ തന്നെ ഗോകുലിനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് സച്ചിയേട്ടൻ എന്നറിയിച്ചപ്പോ അത് രാജീവിനെ സംബന്ധിച്ച് പുതിയൊരു വാർത്തയായിരുന്നു. രാജീവ് ഞെട്ടലോടെ ഉടനെ തന്നെ അർച്ചനയോട് ചോദിച്ചു, അർച്ചന, താൻ ഈ പറയുന്നത് സത്യമാണോ? അല്ല, തന്നോട് ആരാ ഇത് പറഞ്ഞത്? ഗോകുലിനെതിരെ സച്ചി അങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടോ എന്ന് വല്ലാത്ത അതിശയത്തോടെ ചോദിക്കുമ്പോ അത് കേട്ട് നിൽക്കുന്ന അർച്ചന പറഞ്ഞു, അതെ, ഗോകുലിനെതിരെ സച്ചിയേട്ടൻ ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ ഗോകുലിനെ എനിക്ക് വേണ്ടി കോടതി മുറിയിൽ കയറ്റി നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരിക്കലും ഗോകുലിന് അങ്ങനെ ഒരു വിധി വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു അവസ്ഥയിൽ ഗോകുലിനെ കാണാൻ കഴിയില്ല. ഗോകുൽ ഒരു കാരണവശാലും എനിക്ക് വേണ്ടി അങ്ങനെ ഒരു കോടതി മുറിയിൽ കയറി നിൽക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാനാവില്ല എന്നറിയിച്ചപ്പോ അത് കേട്ടുനിന്ന ആ നിമിഷം ഗോകുലിനോട് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഇനി ഒറ്റൊരു കാര്യം മാത്രമാണെന്ന് ഗോകുലിനോട് ഉടൻ തന്നെ ഗോകുലിന്റെ മുന്നിൽ ഈ സത്യങ്ങൾ പറയുന്നതിനേക്കാൾ ഉപരി മറ്റൊരു കാര്യമാണ് അർച്ചന ഇനി ചെയ്യേണ്ടതെന്ന് അറിയിച്ചു. അർച്ചന കഴിയുമെങ്കിൽ ഉടൻ തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ട് ഉടൻ തന്നെ ഈ പ്രശ്നങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി അർച്ചന ആരതി വക്കീലിനെ കാണണം. സച്ചിയെ ഈ കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആരതി വക്കീലിന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ആരതി വക്കീലുമായിട്ട് ഉടനെ തന്നെ ഒരു കൂടിക്കാഴ്ച നടത്തണം. ആരതിയോട് ഈ കാര്യം അർച്ചന തന്നെ ആവശ്യപ്പെടണം. എല്ലാ സത്യങ്ങളും അറിയാവുന്ന ആരതിയോട് മാത്രം അർച്ചന സംസാരിച്ചാൽ ആരതി വക്കീലിന് സച്ചിയെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. അർച്ചന തന്നെ അതിന് മുൻകൈ എടുത്ത് ഇനി ഗോകുലിനെതിരെയുള്ള സച്ചിയുടെ ഈ നീക്കത്തെ തടഞ്ഞു നിർത്തണമെന്ന് അറിയിച്ചു. ഏതു വിധരെയും ഞാൻ സച്ചിയുടെ ഈ നീക്കത്തെ തടുത്തു നിർത്തുമെന്നും എനിക്ക് വേണ്ടി ഗോകുൽ കോടതി മുറിയിൽ കയറി നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അതെന്റെ മരണമായിരിക്കും തീർച്ച എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഗോകുലിന് വേണ്ടി താൻ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന അവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അർച്ചനയുടെ ആ വാക്കുകൾ കേട്ട് രാജീവ് ആകെ ആശങ്കയിലായി. അതിനുശേഷം ഗോകുൽ ഇങ്ങനെയൊരു അവസ്ഥയിൽ തനിക്ക് 10 വർഷം തന്നെ സംരക്ഷിക്കുകയും തനിക്കൊരാപത്തും വരാതെ ഇത്രയും നാളും തന്നെ സംരക്ഷിച്ച് നിർത്തിയ ആ മനുഷ്യനെ എനിക്ക് വേണ്ടി കോടതി മുറിയിൽ നിർത്തി അപമാനിതനാക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അർച്ചന ഉറപ്പിച്ചു പറയുമ്പോൾ രാജീവിന് ഗോകുലിന് അപമാനമുണ്ടാക്കാൻ അർച്ചന ഒരിക്കലും തയ്യാറാവില്ല എന്ന് രാജീവിന് ഉറപ്പായി. അങ്ങനെ അതിനെക്കുറിച്ച് ഓർത്ത് രാജീവ് ഇതിന്റെ പരിഹാരം കണ്ടെത്തുമെന്നുള്ള തീരുമാനത്തിൽ നിൽക്കുമ്പോൾ കാഞ്ചന മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് മുറിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പോംവഴി നോക്കി. എങ്ങനെ ഇത് ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് ആലോചിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ അർച്ചന കണ്ടത് കാഞ്ചന അവിടുത്തെ ഷെൽഫിൽ ഒരു സ്ക്രൂ ഡ്രൈവർ ഇരിക്കുന്നത് കണ്ടു. അതെടുത്ത് ഡോറ് തുറന്ന് അകത്തേക്ക് അവന്തികയുടെ വീട്ടിലേക്ക് വന്നെത്തുകയാണ്.
കാഞ്ചന. കിച്ചണിനരികിലൂടെ അകത്ത് കയറിയതും അവിടെ നിന്ന് ലീലാവതിക്കരികിലേക്ക് ഓടിയെത്തി. അമ്മേ എന്ന് വിളിച്ചപ്പോൾ, എവിടെയായിരുന്നു മോളെ ഇത്രയും നേരം? ഞാൻ വല്ലാതെ പേടിച്ചു പോയി. നീ എവിടെയായിരുന്നു എന്നൊക്കെ ടെൻഷനോടെ ചോദിക്കുന്ന ലീലാവതിയോട് കാഞ്ചന കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. എന്നെ അവർ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അമ്മേ. ഇവര് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല. നമ്മൾ ഇവിടെ നിന്നാൽ അത് വലിയൊരു തകർച്ച, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ വലിയൊരു കെണിയിലാണ് അകപ്പെട്ടിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നാൽ ചിലപ്പോൾ നമ്മൾ ആപത്തിൽ അകപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മുടെ ജീവൻ ആപത്തുണ്ടാകും. എത്രയും വേഗം തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകണമേ എന്നറിയിച്ചു. അതിന് ഒരു പോംവഴിയേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് നമുക്ക് പോകണം. രക്ഷപ്പെടാൻ ഇനി ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവിടുന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ട നീക്കങ്ങൾ എന്താണ് എന്നതിന് താൻ ഒരു പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നും ആദ്യം അവർ കണ്ണിൽ പെടാതെ ഇവിടെ നിന്ന് രക്ഷപ്പെടാം, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് കാഞ്ചന അറിയിച്ചു. തന്നെ കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നു ഇത്രയും ദിവസം എന്ന് കാഞ്ചന പറയുമ്പോൾ, ഞാൻ അവളോട് അതൊക്കെ ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ലീലാവതിയും വേഗം പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും കാഞ്ചന ലീലാവതിയെ പിടിച്ചു നിർത്തിയിട്ട്, അമ്മ എടുത്തുചാട്ടം നമ്മുടെ അതിബുദ്ധിയാണ്, ബുദ്ധിശാലി ചെയ്യുന്നതല്ല. നമ്മളെക്കാരും ശക്തരായിട്ടുള്ള ആൾക്ക് മുന്നിൽ എതിരാളിയോട് നമ്മൾ ഏറ്റുമുട്ടുമ്പോൾ അത് ബുദ്ധിപൂർവം വേണം, അല്ലാതെ ശക്തി കൊണ്ട് നമുക്ക് നേരിടാൻ കഴിയില്ല എങ്കിൽ നമ്മൾ ശക്തിപൂർവം അവരുടെ മുന്നിൽ ചെന്ന് നിൽക്കുകയല്ല, മറിച്ച് ബുദ്ധിപരമായാണ് അവരെ നേരിടേണ്ടത്. ആദ്യം നമ്മുടെ ജീവൻ രക്ഷിക്കാം, അതിനുശേഷം മതി മറ്റെന്തും എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നു. അങ്ങനെ അന്ന് രാത്രിയിൽ തന്നെ അവിടുന്ന് രക്ഷപ്പെടണമെന്ന് അവർ തീരുമാനിച്ചു. എല്ലാവരും ഉറക്കമായതിനു ശേഷം ബാഗ് പാക്ക് ചെയ്ത് പതിയെ ലീലാവതിയും കാഞ്ചനയും ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് തയ്യാറാകുന്നു. അങ്ങനെ അവർ പുറത്തേക്ക് വന്നത് പെട്ടെന്ന് പുറത്തുള്ള ആ പരിസരത്തുള്ള ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന്, അവിടെ ആരെങ്കിലും നമ്മളെ വാശ് ചെയ്യാനുണ്ടോ എന്ന് എല്ലാവരും കൃത്യമായി തന്നെ അവിടെ നമ്മളെ വാശ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേഗം അവർ മെയിൻ ഡോറിനരികിലേക്ക് എത്തുന്നു. ഡോർ തുറക്കാൻ നോക്കിയപ്പോ അത് ലോക്കാണെന്ന് മനസ്സിലായി. മോളെ, വാതിൽ ലോക്കാണല്ലോ എന്ന് പറഞ്ഞപ്പോ കീ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് പറഞ്ഞ് രണ്ടുപേരും ആ കീ പരതുകയാണ്. പക്ഷെ കീ എങ്ങും തന്നെ കണ്ടെത്താൻ കഴിയാതായപ്പോഴേക്കും പെട്ടെന്ന് അവിടെ ലൈറ്റ് വീണു. ഞാൻ സഹായിക്കണോ എന്ന് ചോദിച്ച് പുഞ്ചിരിയോടെ മുന്നിൽ നിൽക്കുകയാണ് അവന്തിക. അവന്തികയുടെ ചിരിയും ആ നോട്ടവും കണ്ടതോടെ പകയോടെ രണ്ടുപേരും നോക്കി. ഇങ്ങോട്ട് വാടി, നീയൊക്കെ എന്റെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നല്ലേ, നീയൊക്കെ എന്താ വിചാരിച്ചത് എന്ന് പറഞ്ഞ് മൂർത്തിയും അവന്തികയും അവരെ ബലമായി അവരുടെ കൈകൾ ബന്ധിച്ച് മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുചെന്ന് അവിടെ ബന്ധനസ്ഥരാക്കുന്നു. ഈ സമയത്ത് ഇതൊന്നും അറിയാതെ നിൽക്കുകയാണ് അർച്ചനയും രാജുവും. അപ്പോഴേക്കും കമലമ്മയുടെ പെരുമാറ്റത്തിൽ ആകെ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുകയും കമലമ്മയ്ക്ക് എന്തോ മാനസികമായ എന്തോ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം സച്ചിക്കും സ്നേഹിക്കും മനസ്സിലായി. അനഘ അവിടേക്ക് എത്തിയതും തൻ്റെ കയ്യിലിരിക്കുന്ന സാരിയൊക്കെ എടുത്ത് കാണിച്ച്, അതെ, നമുക്കിപ്പോൾ തന്നെ സേതുവേട്ടൻ്റെ സപ്തതി ആഘോഷത്തിന് പോകണം, സേതുവേട്ടൻ നമ്മളെ പ്രതീക്ഷ അവിടെ കാത്തിരിക്കുക, എത്രയും വേഗം പോകണം എന്ന് പറഞ്ഞ് അവർ അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കണം. ഇത് കേട്ട് കഴിഞ്ഞത് എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ ആകെ ടെൻഷനോടെ നിൽക്കുകയാണ് സച്ചി. ഉടനെ അനഘ പറഞ്ഞു, ഏട്ടാ, ഇനിയും അമ്മ ഇവിടെ നിർത്താൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ കാര്യങ്ങൾ പ്രശ്നത്തിലാവും എന്ന് അവർ പരസ്പരം പറഞ്ഞു. എന്താണ് ഇതിനൊരു പരിഹാരം എന്ന ആലോചനയിൽ രണ്ടുപേരും എന്ത് ചെയ്യണമെന്ന് അങ്ങനെ ആശങ്കപ്പെട്ടങ്ങനെ നിൽക്കുമ്പോഴേക്കും കമലമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് സച്ചി തീരുമാനിച്ചു. അപ്പോഴും കമലമ്മ പറഞ്ഞു, എടി കൊച്ചേ, നീയേ എനിക്ക് എൻ്റെ അച്ഛമോളും സച്ചിമോനും കൂടെ ഒരു പുതിയ സാരി എടുത്തു തന്നപ്പോൾ മുതല് നിനക്ക് തുടങ്ങിയതാ ഈ കുശുമ്പ്. അതെ, നീ നിന്റെ പാട് നോക്കി പോ പെണ്ണേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് കമലമ്മ അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്ത് ശശി സ്നേഹയോട് വേഗം റെഡിയാകണമെന്നും ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകണമെന്നും അമ്മയെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കാണിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ശശി അവിടുന്ന് സ്നേഹയോട് റെഡിയാകണമെന്ന് പറഞ്ഞിട്ട് അനഘയോട് അമ്മയ്ക്ക് വേണ്ട സാധനങ്ങൾ എടുത്തോളാൻ അറിയിച്ച് അവിടെ നിന്ന് ശശി ഇറങ്ങുന്നു. അമ്മയ്ക്ക് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ അമ്മ നേരിടുന്ന ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം എന്താണെന്നറിയാതെ അമ്മയുടെ ഈ അവസ്ഥയെ എങ്ങനെ ഈ അവസ്ഥയിൽ അമ്മയ്ക്ക് ഒരു ആശ്വാസമായി മാറാനും അമ്മയുടെ ഈ ഒരു മനസ്സിന്റെ ആ സമനില തെറ്റാനുള്ള കാരണം അർച്ചനയെ നേരിൽ കണ്ടതും അർച്ചന ജീവനോടെ ഉണ്ടെന്നുള്ള സത്യം അറിഞ്ഞിട്ടും മകള് തന്റെ അരികിലേക്ക് വരാത്തതിന്റെ വ്യഥയാണ് അമ്മയുടെ മനസ്സിനെ ഈ അവസ്ഥയിലാക്കിയതെന്നുള്ള സത്യം അറിയാവുന്ന സച്ചിയും ഉടൻ തന്നെ കമലമ്മയെ സൈക്കാട്രിസ്റ്റിന്റെ അരികിലേക്ക് എത്തിക്കുന്നു. അദ്ദേഹം അർച്ചനയെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു. ഉടനെ സ്നേഹയെയും കമലമ്മയും പുറത്തേക്കാക്കിയതിനു ശേഷം സച്ചിയുടെ കാര്യങ്ങൾ അദ്ദേഹം അന്വേഷിച്ചു. മകൾ ജീവനോടെ ഉണ്ട് എന്ന വിശ്വാസത്തിലാണ് അമ്മയെ ജീവിക്കുന്നതെന്നും അർച്ചനയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് തങ്ങൾക്ക് അറിയില്ല എന്ന് തന്നെ സച്ചി ഡോക്ടറോട് അറിയിച്ചു. എന്തായാലും കുറച്ചു ദിവസം ഇവിടെ നിൽക്കട്ടെ, കുറച്ച് ദിവസത്തെ ട്രീറ്റ്മെന്റിന് ശേഷം എന്തായാലും അമ്മയ്ക്ക് ഭേദമാവുകയുള്ളൂ എന്ന് ഡോക്ടർ അറിയിക്കുമ്പോൾ അതിന് തയ്യാറാണെന്ന് സച്ചി സമ്മതിക്കുന്നു.
ഈ സമയത്ത് അർച്ചനയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. അർച്ചന കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ സ്നേഹയായിരുന്നു വിളിച്ചത്. കോൾ എടുത്ത ഉടനെ അർച്ചന ചോദിച്ചു, എന്താ മോളെ, എന്താ വിളിച്ചത് എന്ന് ചോദിച്ചതും, ചേച്ചി ഞങ്ങള് ഇപ്പൊ അമ്മയായിട്ട് ഹോസ്പിറ്റലിൽ വന്നിരിക്കുക. ഹോസ്പിറ്റലോ? അമ്മയ്ക്ക് എന്താ പറ്റിയേ? വീണ്ടും അതുപോലെ എന്തെങ്കിലും ഉണ്ടായോ? എന്താ മോളെ സംഭവിച്ചത് എന്നൊക്കെ. അതേ ഹോസ്പിറ്റലിൽ തന്നെയാണോ? ആ പഴയ ഹോസ്പിറ്റലിൽ തന്നെയാണോ എന്നൊക്കെ അർച്ചന വളരെ ടെൻഷനോടെ ചോദിച്ചു. എല്ലാം കേട്ടതും സ്നേഹ പറഞ്ഞു, അല്ല ചേച്ചി, ആ ഹോസ്പിറ്റലിലല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്, മെന്റൽ ഹോസ്പിറ്റലിലാണ്. കുറച്ചു ദിവസമായിട്ട് അമ്മ ആകെ സ്ഥലകാല ബോധമില്ലാതെയാ സംസാരിക്കാറുള്ളത്. കൂടുതലും അർച്ചനേടത്തിയെ കുറിച്ചാണ്. മരിച്ചുപോയ അർച്ചനേടത്തി തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയും അങ്ങനെയുള്ള സംസാരവും ഒക്കെയാണ് അമ്മ കുറച്ച് ദിവസങ്ങളായി നടത്തുന്നത്. അമ്മയുടെ മനസ്സിന്റെ ആ താളത്തിന് എന്തോ സംഭവിച്ചു. അമ്മയുടെ മനസ്സിന്റെ ശക്തി കുറഞ്ഞു പോയിരിക്കുന്നു എന്ന്. അതുകൊണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് എന്ന് സ്നേഹ പറഞ്ഞു. എല്ലാം കേട്ടതോടെ അർച്ചനയുടെ മനസ്സാകത്തായിരുന്നു. ഫോൺ വെച്ച അർച്ചന വീട്ടിലിരുന്ന് പൊട്ടിക്കരയുമ്പോൾ ഗൗരിമോൾ അരികിലേക്ക് എത്തി. എന്താ അമ്മേ, എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അർച്ചന പറഞ്ഞു, ഓരോന്നോർത്തിട്ട് അമ്മയ്ക്ക് സങ്കടം വന്നിട്ടാ മോളെ എന്ന് പറയുമ്പോൾ ഗൗരി പറഞ്ഞു, അമ്മ വിഷമിക്കണ്ട, എന്റെ അസുഖക്കാരി ഓർത്തിട്ടാണോ? എനിക്കൊരു കുഴപ്പവും ഇല്ലമ്മേ എന്ന് പറഞ്ഞ് അർച്ചനയെ ഗൗരിമോള് ആശ്വസിപ്പിച്ചു. അതിനുശേഷം അർച്ചന എങ്ങനെയും അമ്മയെ കാണണമെന്നുള്ള ചിന്തയോടെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് പഴയതുപോലെ തന്നെ പർദ്ദ ധരിച്ച് എത്തിച്ചേരുകയാണ്. അവിടേക്ക് വരുമ്പോഴേക്കും അതിനു മുൻപ് തന്നെ ആരതി സച്ചി വിവരങ്ങൾ പറഞ്ഞനുസരിച്ച് ഹോസ്പിറ്റലിൽ അമ്മയെ കാണുവാനായിട്ട് എത്തുന്നു. അമ്മ അപ്പോഴും തന്റെ മോള് വരണമെന്നും തന്റെ മോൾ ഇവിടെ വരുമെന്നും ഒക്കെ പറഞ്ഞ് ആരതിയോട് എന്റെ മോള് ഉടനെ തന്നെ എത്തുമെന്നൊക്കെ പറയുകയാണ്. ആകെ ഒരു വ്യക്തതയില്ലാത്ത രീതിയിലുള്ള കമലമ്മയുടെ സംസാരം കേട്ടപ്പോൾ ആരതിക്കും ആകെ വിഷമമായി. ഉടൻ തന്നെ കമലമ്മ പറഞ്ഞു, എന്റെ മോൾ ഉടനെ വരും, അവൾ വന്ന് എനിക്ക് മരുന്ന് തന്നാലേ ഞാൻ മരുന്ന് കഴിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കമലമ്മ വാശി പിടിച്ച് അങ്ങനെ ഇരുന്നു. അപ്പോഴത്തെ ആ സാഹചര്യം കണ്ട് സച്ചി ആകെ സങ്കടത്തിലായി. അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ താൻ കൂടി കാരണക്കാരനാണ് എന്ന് പറഞ്ഞ് സച്ചി ആരതിയുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു. സച്ചി അപ്പോഴേക്കും അങ്ങനെ സങ്കടപ്പെടുമ്പോൾ ആരതിയുടെ മനസ്സിൽ അർച്ചന ചെയ്യുന്ന തെറ്റിനെ കുറിച്ചുള്ള ദേഷ്യമായിരുന്നു ആരതിയുടെ മനസ്സിന്. ആ സമയം ആരതിയുടെ ഫോണിലേക്ക് അർച്ചന വിളിച്ചു. വക്കീലെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞതും ആരതി പറഞ്ഞു, എന്താണെങ്കിലും അർച്ചനയോട് എനിക്കൊന്നേ പറയാനുള്ളൂ. അർച്ചന ഈ ചെയ്യുന്നത് വലിയ ക്രൂരതയാണ്. അർച്ചന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ക്രൂരതയുടെ ഫലം അനുഭവിക്കുന്നത് മറ്റു പല ജന്മങ്ങളുമാണ്. അത് മറക്കണ്ട. അവരുടെ ജീവൻ ഇതുപോലെ പീഡിപ്പിക്കപ്പെടുന്നത് അർച്ചന ഒറ്റൊരാൾ കാരണമാണ്. ഇതിന് എത്രയും വേഗം അർച്ചന തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ആരതി കർക്കശമായി പറയുമ്പോൾ അർച്ചന പറഞ്ഞു, എനിക്ക് ആരതിനെ ഒന്ന് കാണണം. അങ്ങനെ ആരതിയും അർച്ചനയും തമ്മിൽ പുറത്തു വെച്ച് കണ്ടുമുട്ടുന്നു. ആരതിയുടെ അരികിലേക്ക് എത്തിയ അർച്ചന പറഞ്ഞു, ആരതി, എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ശശിയേട്ടനോട് ഗോകുലിനെതിരെയുള്ള കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെടണം. ദേവിയത് ഗോകുലിനെ ഇതിന്റെ പേരിൽ പീഡിപ്പിക്കാൻ പാടില്ല, ശിക്ഷിക്കരുത്. ഇത്രയും വർഷക്കാലം, ഈ 10 വർഷക്കാലം ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ എന്നെ സംരക്ഷിച്ച ആ മനുഷ്യന് എന്റെ പേരിൽ ഒരു പീഡനങ്ങളും ഏൽക്കാനിടയാവരുത്. അതുകൊണ്ട് ദേവിയത് ആരതി സച്ചിയേട്ടനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി ആ തീരുമാനത്തിൽ നിന്ന് സച്ചിയേട്ടനെ പിന്തിരിപ്പിക്കണമെന്ന് ആരതിയോട് അർച്ചന ആവശ്യപ്പെടുന്നു. അപ്പോഴും ആരതി പറയുന്നത്, ഇനി എത്രയും വേഗം ഈ ഒരു ഡ്രാമ അവസാനിപ്പിക്കണം അർച്ചന, അല്ല എങ്കിൽ പല ജന്മങ്ങളും കൈവിട്ടു പോകുമെന്നും പലരുടെയും ജീവിതം തകർന്നു പോകുമെന്നും അറിയിച്ചു. തന്റെ അമ്മയെ കാണാനാണ് താൻ പോകുന്നതെന്ന് അർച്ചന ആരതിയോട് അറിയിച്ചിട്ട് ആരതിയുടെ മുന്നിൽ തന്നെ അർച്ചന അമ്മയെ കാണുവാനായി അവിടുന്ന് പുറപ്പെടുന്നു. പർദ്ദ അണിഞ്ഞുകൊണ്ട് അമ്മയുടെ മുന്നിലേക്ക് ആയിഷ എന്ന പേരിൽ അവിടേക്ക് വന്നെത്തുമ്പോൾ കമലമ്മയ്ക്ക് തന്റെ മകളാണ് അരികിലേക്ക് വരുന്നത് എന്നൊരു ചിന്ത തോന്നലാവുന്നു. അങ്ങനെ ഒരു തോന്നൽ അമ്മയിൽ ഉളവാകുന്നു. ആ സ്നേഹ ഭക്ഷണം കൊടുക്കാൻ അരികിലേക്ക് വന്നപ്പോ, എനിക്ക് എന്റെ മോള് തന്നാ മതി, നീ തരണ്ട എന്ന് പറഞ്ഞ് ആ ഭക്ഷണം തട്ടിത്തെറിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അവിടേക്ക് അർച്ചന എത്തിയത്. ഉടനെ എന്റെ മോള് വന്നേ എന്ന് പറഞ്ഞ് സ്നേഹയെ മാറ്റി നിർത്തി കമലമ്മ അർച്ചനയെ അരികിൽ പിടിച്ചിരുത്തുന്നു. അർച്ചന സ്നേഹത്തോടെ അമ്മയോട് സംസാരിക്കുകയും ഈ ഭക്ഷണം കഴിക്കുക, ഞാൻ അമ്മയുടെ മോളല്ലേ എന്ന് പറഞ്ഞ് അർച്ചന സ്നേഹത്തോടെ കമലമ്മയോട് സംസാരിക്കുമ്പോൾ, അതെ എൻ്റെ മോള് വന്നു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഭക്ഷണം വാങ്ങിച്ചു കഴിക്കുകയും മെഡിസിൻ കഴിക്കുകയൊക്കെ ചെയ്യുന്നു. ഇതെല്ലാം കണ്ട് വേദനയോടെ അമ്മ ആ മരുന്നിന്റെ സെഡേഷനിൽ ഒന്ന് മയങ്ങുന്ന സമയത്ത് അർച്ചന കണ്ണീരോടെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴാണ് രാജീവ് കാഞ്ചനെ കാണുവാനില്ല എന്നുള്ള വിവരം ആ നിമിഷം അർച്ചനയെ അറിയിക്കുന്നത്. കാഞ്ചനയെ മാത്രമല്ല, ഇപ്പോൾ ലീലാവതിയും വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് അറിയിച്ചപ്പോൾ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം അർച്ചനയ്ക്ക് മനസ്സിലായി. എന്തായാലും താൻ അവിടെ ഒന്ന് അന്വേഷിച്ച് ചെല്ലാമെന്ന് പറഞ്ഞ് അർച്ചന ഫോൺ വെച്ചിട്ട് വേഗം തന്നെ വിവരം അറിയാനായി അവന്തികയുടെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നു. അവന്തിക പഴയതുപോലെ തന്നെ അർച്ചനയോട് വളരെ സ്നേഹത്തോടെ സംസാരിച്ചു. അർച്ചന കുശലാന്വേഷണങ്ങൾ നടത്തുകയും അപ്പോഴാണ് ഇവിടെ ഉണ്ടായിരുന്ന
അവന്തികയുടെ അമ്മായി എവിടെ പോയി? അമ്മായി മോളും കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ചായ എടുത്ത് തരുന്നതാണല്ലോ എന്നൊക്കെ അർച്ചന വെറുതെ കുശലാന്വേഷണം എന്നുള്ള ചോദിച്ചപ്പോൾ അവന്തിക പറഞ്ഞു, ഓ അവറ്റകളെ എന്നെ ചതിക്കാനായിട്ട് വന്നതാ. ഇപ്പൊ പുതിയൊരു കേസ് തലപൊക്കിയിട്ടില്ലേ, അതിന്റെ പിന്നിലും അവറ്റകളായിരുന്നു എന്ന് അവന്തിക അറിയിച്ചു. ഓ അത് ശരി. സത്യത്തിലേ അവന്തിക ഒരു പാവമായതുകൊണ്ടാ ഇങ്ങനെയുള്ള ഓരോരുത്തരും വന്ന് അവന്തികയെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നത് എന്ന് പറഞ്ഞതും അർച്ചന അങ്ങനെ പറയുന്നത് കേട്ട് അവന്തിക ചിരിച്ചുകൊണ്ട് ശരിയാണെന്ന് സമ്മതിച്ച് അവിടെ നിന്ന് അർച്ചന പോകുന്നു. അവന്തിക സംസാരിച്ച് അങ്ങനെ പോകുന്നതിനിടയിൽ ഞാനേ തനിക്ക് ജ്യൂസ് എടുക്കാമെന്ന് പറഞ്ഞ് അവന്തിക ജ്യൂസ് എടുക്കാൻ പോകുന്ന സമയത്ത് അർച്ചന അവന്തികയോട് വിശേഷങ്ങൾ ചോദിക്കുന്നത് പോലെ അവിടെയുള്ള ആ മുറി ചെന്ന് തുറന്നു നോക്കുന്നു. അപ്പോഴാണ് മുറി തുറന്നത്. അകത്ത് ആരുമില്ല എന്ന് മനസ്സിലായി. അയ്യോ സോറി ഞാൻ അറിയാതെ എന്ന് പറഞ്ഞ് അർച്ചന സോറിയൊക്കെ പറഞ്ഞിട്ട് വേഗം അവന്തികയോട് വിശേഷങ്ങൾ ചോദിച്ചു. അതിന് അവന്തിക ജ്യൂസ് എടുക്കാൻ പോകുന്ന സമയത്തിനിടയിൽ അർച്ചന വേഗം തന്നെ മുകളിലേക്ക് ചിപ്പിമോളെ കാണട്ടെ എന്ന് പറഞ്ഞ് മുകളിലേക്ക് കയറി പോവുകയും അവിടെയുള്ള മറ്റ് റൂമുകളിൽ ചെന്ന് തുറന്നു നോക്കാൻ ശ്രമിച്ചു. അങ്ങനെ ശ്രമിക്കുന്നതിനിടയിൽ ഒരു റൂം ലോക്കാണെന്ന് മനസ്സിലായി. അത് തുറന്നു നോക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അകത്ത് ലീലാവതിയും കാഞ്ചനയും ആകെ ഭയത്തോടെ ഇരിക്കുകയാണ്. ഉടനെ അർച്ചന വാതിൽ തുറക്കാൻ ശ്രമിച്ചിട്ട് കാഞ്ചന കാഞ്ചന എന്ന് വിളിച്ചിട്ടും അകത്ത് വന്ന യാതൊരു രീതിയിലുള്ള പ്രതികരണവും ഉണ്ടാവുന്നില്ല. രണ്ടുപേരുടെയും വായിൽ പ്ലാസ്റ്റർ വെച്ചിരിക്കുന്നത് കൊണ്ട് അവർക്ക് ശബ്ദവും പുറത്തേക്ക് വന്നില്ല. അവരൊന്ന് മൂളുന്നത് പോലെ മാത്രം ആ നിമിഷം അർച്ചനയ്ക്ക് മനസ്സിലായി. അപ്പോൾ ആ മുറിയിൽ തന്നെയാണ് അവർ ഉള്ളതെന്ന് അർച്ചന തിരിച്ചറിയുന്നു. എങ്ങനെയും അവരെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരണമെന്നും എങ്ങനെയും അവരെ രക്ഷിക്കണമെന്നുള്ള തീരുമാനം മനസ്സിൽ ഉറപ്പിച്ച് രാജീവിനോട് തന്നെ അതിനു വേണ്ട പോംവഴി അന്വേഷിക്കാമെന്നും അതിനുവേണ്ട പോംവഴി എന്താണെന്ന് ആലോചിക്കാമെന്ന് തീരുമാനിച്ചുറച്ച് അവിടെ നിന്ന് അർച്ചന പുറപ്പെടുന്നു.